ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് കരഞ്ഞു, വായിൽ ടേപ്പ് ഒട്ടിച്ച ശേഷം കഴുത്തറുത്ത് കൊന്നു, ദാരുണമെന്ന്. മാൻ കിൽസ് എക്സ് പാർട്ട്ണർ ബേബി ആഫ്റ്റർ ടേപ്പിംഗ് ഇൻഫാൻസ് മൗത്ത്. എക്സ് പാർട്ട്ണറുടെ കുട്ടി, അതായത് ഇവൻ സ്റ്റെപ്പ് ഫാദർ ആയിരിക്കും അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ അതാണ് ഇവിടുത്തെ വേറൊരു പ്രശ്നം. ഇപ്പം ഇവിടെ സിംഗിൾ പേരൻസും അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പ് എൻ്റർടൈൻ ചെയ്തു. ഡിവോഴ്സുകൾ വളരെ സർവ്വസാധാരണമായി. അവിടെ എല്ലാം പറ്റിയ പ്രശ്നങ്ങളിൽ ഒന്നാണിത്. ഈ പുതിയൊരു പാർട്ട്ണർ എന്ന് പറഞ്ഞവൻ ഈ കുട്ടികൾ പല സ്ഥലത്ത് ഈ കൊലപാതകം നടന്നു, ഒരുപാട് പേര് കൊന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ഫാദേഴ്സ് പീഡിപ്പിക്കുന്നു, കൊലപാതകം ഒത്തിരിയായി. എത്ര എണ്ണമായെന്ന് കൃത്യം നമുക്കറിയത്തില്ല, എന്നാലും കുറേ ആയി. വാർത്ത ഞാൻ 2-3 എണ്ണം കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഉപദ്രവിച്ച് കൊന്നു, തലക്കടിച്ച് ഒരു കൊച്ചിനെ കൊന്നതൊക്കെ ഓർക്കുന്നുണ്ടോ? ഒരുത്തൻ ഭയങ്കര ക്രൂരമായ മറ്റൊരു പീഡനം. ഇത് കണ്ട് ടേപ്പ് ഒട്ടിച്ച് ശബ്ദം വെക്കാതിരിക്കാൻ വേണ്ടി കഴുത്തറുത്ത് ഇങ്ങനെ കത്തി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ കിടന്നു, കൊച്ചിൻ്റെ ഇങ്ങനെ കഴുത്തിങ്ങനെ അറുത്തിട്ട്. എന്ത് രസമായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ വേണം. നമ്മൾ മറ്റേ മാർക്കോട് ആൾക്കാരല്ലേ, കുറച്ച് പീഡനമാവാം, കുറച്ച് ക്രൂരതയാവാം അല്ലേ? ഇവനെ ആരാ? ഇവനൊന്നുമില്ല. എല്ലാം തന്നെ ഇവന് സ്വന്തം കൊച്ചാണെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഇതൊക്കെ നമ്മളവർക്ക് ഇത് സ്റ്റെപ്പ് ഫാദർ ആയതുകൊണ്ട് നടക്കുന്ന വല്ലവരുടെ കൊച്ചല്ലേ എന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും ആണോ നിർബന്ധമൊന്നുമില്ല. സ്വന്തം കൊച്ചിനെ ആൾക്കാർ ഇങ്ങനെ ചെയ്യും. അത് ആണും പെണ്ണും ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു പെൺകൊച്ചിനെ കൊച്ചിനെ എവിടെയാണെന്ന് ആത്മഹത്യ ചെയ്തേക്കുന്നത്. അതിനെപ്പറ്റി സെൻറ്റിമെൻറ്റ്സ് ഇറക്കി ഉടനെ ആരാണ്ട് കഥ എഴുതി വെച്ച്. ഭയങ്കര കഥ. ഞാൻ നോക്കിയപ്പോൾ മരിക്കാൻ ആഗ്രഹമില്ല, എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല, മരിക്കും മുമ്പ് വിഭജിക എഴുതിയ കുറിപ്പ് കണ്ട് കണ്ണ് നിറഞ്ഞ് കേരളക്കര. എന്ത് ഇത്? അവൻ ചെയ്തത് ഇവർ ചെയ്തത് തമ്മിലുള്ള വ്യത്യാസം ഒന്നേ ഉള്ളൂ. ഒരുത്തിക്ക് സെൻറ്റിമെൻറ്റ്സ്, മറ്റവന് മറ്റേത്. ഇത് രണ്ടിൻ്റെ അവസ്ഥ ഒന്നാണ് കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയും. ഇതിനകത്ത് അധികം സെൻറ്റിമെൻറ്റ്സ് കലക്കരുത്. ഇവർ ശ്രീധനക്കാരെയും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലുന്നു, മറ്റവൻ വേറെന്തോ കാരണം പറഞ്ഞു. കൊച്ചു കരഞ്ഞല്ല പ്രശ്നം. കരഞ്ഞ സമയത്ത് അത് ചെയ്തെന്നുള്ളതിന് മുമ്പേ പ്രശ്നങ്ങൾ പലതും കാണും. അത് കരച്ചിന് മാത്രം ഒരു കാരണമല്ല. ഈ പറഞ്ഞ പോലെ ADM മരിക്കുമ്പോൾ ആ സ്ത്രീ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു സ്ത്രീയുടെ പുറകെ ചെല്ലുന്നുണ്ട്. അതെല്ലാവരുടെ അയാൾ മരിച്ചതിന് ഉത്തരവാദി ഇവരാണ്. അവർ ട്രിഗറിങ് സ്ഥലത്ത് നിൽക്കുന്ന ലാസ്റ്റ് പോയിന്റ് അവർ തന്നെ ആയിരിക്കാം. പക്ഷേ അവർ ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മരിക്കാൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം അതിന് മുന്നേ ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഇവർക്കെല്ലാം നേരത്തെ പ്രശ്നമുണ്ട്. ഇവരാരും ഈ ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക തീരുമാനം എടുത്തവരൊന്നുമല്ല. പിന്നെ ഇവരുടെ കേസിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, ഇവർ കുറച്ച് നാളായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനകത്ത് അവസാനം വന്ന ആരാന്ന് എനിക്കറിയത്തില്ല, അത് അവർ പറയുന്നുമില്ല. ഈ ലാസ്റ്റിൽ ഈ പെണ്ണ് പറഞ്ഞ പോലെ മറ്റേ കൊച്ചു കരഞ്ഞതുകൊണ്ട് വായിൽ ടേപ്പ് ഇട്ടിച്ചു കൊന്നു എന്ന് പറയുന്നത് പോലെ ഈ പെൺകൊച്ചു കൊല്ലുന്ന സാഹചര്യത്തിൽ അവൾക്ക് സ്ത്രീധന പ്രശ്നം ഉണ്ടാകുന്നു, പീഡനമാണെന്ന് പറഞ്ഞാൽ കഥ ഇങ്ങനെ പുറകോട്ട് വായിക്കാൻ എല്ലാവർക്കും അറിയാം. മറ്റവൻ്റെ കേസിൽ പുറകോട്ട് വായിച്ചാലും മോശം തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. അത് നമ്മൾ ന്യായീകരിക്കാൻ ഒരിടത്തും പറ്റത്തില്ല. പിന്നെ മറ്റേ ആൾ മരിച്ച സ്ഥലത്തും പുറകോട്ട് ഇങ്ങനെ നോക്കുന്നില്ല. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. കേരളക്കരയെ ഞെട്ടിച്ച വാർത്തയായിരുന്നു ശാരദയിൽ അമ്മയും കുഞ്ഞും ആത്മഹത്യ ചെയ്ത സംഭവം. കേരളപുരം സ്വദേശി വിഭജിക മകൾ 1.5 വയസ്സുകാരി എന്നിവരാണ് മരിച്ചത്. ഒരു പെണ്ണ് സഹിക്കുന്നതിലും അപ്പുറം അവൾ സഹിച്ചിട്ടുണ്ടാകും. പിടിച്ചു നിൽക്കാൻ കഴിയാവുന്ന അത്രയും അവൾ ക്ഷമിച്ചിട്ടുണ്ടാകും. എന്നിട്ടും പറ്റാതെ വന്നപ്പോൾ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിട്ടുണ്ടാകുക. സ്ത്രീധന തർക്കത്തെ തുടർന്നുള്ള ഭർത്താവിൻ്റെ പീഡനത്തിൽ ഷാർജയിൽ ജീവനൊടുക്കി കേരളം. കൊല്ലം സ്വദേശി വിഭജിക എന്ന പെൺകുട്ടിയുടെ മരിക്കും മുമ്പുള്ള കത്തിന് പുറത്ത് സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ നിരവധി പീഡനം. ഇത് കൊല്ലം സൈഡിൽ ഈ സ്ത്രീധന പീഡന കൊലപാതകവും ആത്മഹത്യയും കുറച്ച് കൂടുതലാണ്. നിരവധി പീഡനം അനുഭവിക്കേണ്ടി വന്നു. ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറി എന്നടക്കം ഗുരുതരമായ കാര്യങ്ങൾ കുറിപ്പിൽ വിഭജിക പറയുന്നുണ്ട്. കല്യാണം ആഡംബരമായി നടത്തിയില്ല, കാറ് തന്നില്ല, സ്ത്രീധനം കുറഞ്ഞു പോയി, ദണ്ഡി ജീവിക്കുന്നവൾ, പണമില്ലാത്തവൾ എന്നിങ്ങനെ ആക്ഷേപിച്ച് എന്ന് വിഭജിക കുറി വ്യക്തമാക്കുന്നു. ഇതൊന്നും പോരാതെ ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറി എന്ന് അത് ഭർത്താവ് നിതീഷിനോട് പറഞ്ഞപ്പോൾ പ്രതികരിച്ചില്ല. എന്നെ വിവാഹം ചെയ്ത അയാൾക്ക് വേണ്ടി കൂടിയാണ് എന്നായി. ഭർത്താവിൻ്റെ സഹോദരി തന്നെ ജീവിക്കാൻ സമ്മതിച്ചില്ല. ഒന്നാം പ്രതി ഭർത്താവ് നിതീഷിനെ നടന്നിട്ടുണ്ട്. സഹോദരി നീതുവിനെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ വിഭജിക ഉന്നയിക്കുന്നത്. കുഞ്ഞിനെ ഓർത്തെങ്കിലും വിടാൻ കഞ്ചി എന്നും മുടിയും പൊടിയും ചേർന്ന ഷവർമ തൻ്റെ വായിൽ കുത്തിക്കയറ്റി എന്നും കഴുത്തിൽ ബെൽറ്റ് ഇട്ട് വലിച്ചു എന്നും അടക്കം താൻ നേരിട്ട അവസ്ഥകൾ എല്ലാം വിഭജിക കുറിപ്പിൽ പറയുന്നുണ്ട്. ഒരിക്കലും ഇവരെ വെറുതെ വിടരുതെന്നും വിഭജിക പറയുന്നുണ്ട്. എൻ്റെ പൊന്ന്, ഈ സൈസ് പരിപാടി അവതരിപ്പിക്കുന്നവർ ഇനിയും കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് പറയുക, ഇതുപോലെ സ്ത്രീധനത്തിൻ്റെ പ്രശ്നം, മറ്റ് പല പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ കാരണം ഭർത്താവിന് മാനസിക പ്രശ്നം, ഭാര്യയ്ക്ക് മാനസിക പ്രശ്നം, ഇതാരാണെങ്കിലും
ഇവരുടെ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അത് വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ എത്തിക്കാതെ അല്ലെങ്കിൽ നിയമപരമായിട്ട് നേരിടാതെ ഒരു രീതിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. ഇത് തുടങ്ങുമ്പോൾ തന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കണം. അത് അറിയിക്കേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റോ അല്ലെങ്കിൽ പോലീസോ, ഈ 3 പേരെ അറിയിക്കുക. അല്ലെങ്കിൽ വക്കീൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊന്നും അതിൻ്റെ വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ സുഹൃത്ത് അത്ര കൊള്ളാവുന്ന വല്ലവനായിരിക്കണം. അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലുമൊക്കെ ഒന്ന് ഇതുപോലത്തെ കാര്യങ്ങൾ ഇടപെടുമെന്ന് തോന്നുന്ന ആളുകളോട് അറിയിക്കുക. അപ്പോൾ അവർ വേണ്ട രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു തന്നാൽ അത് കേൾക്കുക. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കി തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ 3 പേരോട് സംസാരിച്ച കൃത്യം കാര്യം മനസ്സിലാവും. ഒരു വക്കീൽ, ഒരു പോലീസ്, ഒരു സൈക്കോളജി, സൈക്കാട്രി, ആരാണേലും ഈ 4 ടൈപ്പ് ആൾക്കാർ ഇത്തിരി സ്ഥലങ്ങളിൽ നിങ്ങൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ് അത് മനസ്സിലാക്കി തരുന്നത് ആരുടെ കുഴപ്പമാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാത്തവർ കയറി ഇമ്മാരി പണിക്കകത്ത് കയറിയിട്ട് ആത്മഹത്യ ചെയ്യുക, കൊച്ചിനെ കൊല്ലുക. കൊച്ചും അമ്മയും കൂടെ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അമ്മ കൊച്ചിനെ കൊല്ലുന്നതാണ്. അല്ലാതെ കൊച്ചു ഓക്കെ അമ്മയെ ആത്മഹത്യ ചെയ്യുക, ഞാനൊരു കയറ് മേടിച്ച് കെട്ടിത്തൂക്കുക, അല്ലെങ്കിൽ വിഷം കുറച്ചിങ്ങനെ തരുവെടുത്ത് തിന്നാവുന്ന അതൊരു കൊലപാതകമാണ്. ഒരു കൊലപാതകത്തിന് ശേഷം ഈ പെണ്ണ് ആത്മഹത്യ ചെയ്യുന്ന വേണം വാർത്ത വരാൻ. അല്ലാതെ 2 പേരും ആത്മഹത്യ ചെയ്തിട്ടില്ല. കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെ? ഈ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുന്നത് കുടുംബത്തോടൊരു ആത്മഹത്യ ഇല്ല. കൊച്ചുങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്? അവിടെ 2 കുട്ടികളെ കൊന്നതിന് ശേഷം ഇതിനകത്ത് ആർക്കാണോ ആത്മഹത്യ പ്രവണതയുള്ളത്, ആർക്കാണോ ആത്മഹത്യ ചെയ്യേണ്ടത്, അയാൾ ഈ ഭാര്യയെ ചിലപ്പോൾ കൺവിൻസ് ചെയ്യായിരിക്കും. അല്ലെ ഭാര്യ കാരണം ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്ന 2 പേരും ഒന്നിച്ച് വിഷം കഴിക്കാം എന്ന് തീരുമാനം എടുക്കുന്നുണ്ടാവാം. പക്ഷെ എങ്കിൽ പോലും ആ തീരുമാനത്തിൽ ആർക്കാണോ ആത്മഹത്യ പ്രവണതയും ഇതും ഉണ്ടാകുന്നത് അയാളായിരിക്കും ഇവരെ കൺവിൻസ് ചെയ്യുന്നത്. മറ്റേ 2 കൊച്ചുങ്ങളെ കൊല്ലുക ചെയ്യുന്നത്. അതിനെ എങ്ങനെ ആത്മഹത്യ എന്ന് റിപ്പോർട്ട് ചെയ്യരുത്. ഇതിനകത്ത് ഈ കുഞ്ഞിനെ കൊന്നതിന് ശേഷം ഈ ആത്മഹത്യ എന്ന് തന്നെ റിപ്പോർട്ട് ഇട്. അല്ല അങ്ങനെ കഥ പറ. അതെങ്കിൽ അങ്ങനെ പറഞ്ഞാലേ ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർക്കെങ്കിലും തോന്നത്തുള്ളൂ ഈ പറഞ്ഞ പോലെ 2 പേര് ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഇത്തിരി തലച്ചോറിനകത്ത് കുഴപ്പമുള്ള ആൾക്കാർ, ആത്മഹത്യ പ്രവണതയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പല കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്യാൻ ഇരിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഈ കൊച്ചിനെ കൊല്ലുവാന്ന് തോന്നില്ലായിരിക്കും. ഇതെന്തൊരു പറച്ചില്ല. കുട്ടിയെ കൊന്നിട്ടാണ് ഈ അമ്മ ആത്മഹത്യ ചെയ്യുന്നത്. മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ട് വയറെ കെട്ടിയിട്ടിട്ട് വന്നെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് ഒരു കഥ പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് പഴയ കഥയാണ്. ഒരു അമ്മ കൊച്ചിനെ ദേഹത്ത് കെട്ടി വെച്ചിട്ട് പെട്രോൾ ഒഴിച്ച് 2 പേരും കത്തി മരിച്ചു, വിഷം കഴിച്ച് മരിച്ചു. ഇത് സ്ഥിരമാണ്. തൂങ്ങി ചത്ത് കിടക്കുന്ന പോലെയൊക്കെ കിടക്കും. പക്ഷെ തൂക്കി കൊന്നിട്ട് കെട്ടി തൂക്കുന്ന ഇതുങ്ങൾ എന്തോ അത്. ഓക്കെ, സ്ത്രീധന പ്രശ്നം, ഈ വക കാര്യങ്ങൾ ഇത്രയും നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? ഇതിൻ്റെ നിയമം അറിയത്തില്ലേ? സ്കൂളുകളിൽ അറ്റ്ലീസ്റ്റ് ഈ മറ്റേ സെക്സ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പോലെ ഡ്രഗ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ നിയമം. ഒരു പ്രശ്നമുണ്ടായാൽ എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യണം, ഏറ്റവും മിനിമം ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തേക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇരിക്കുന്നു, ഇവർക്ക് ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ എവിടെ ഇരുന്നുകൊണ്ട് മരിക്കുന്നതിനും ഭേദമല്ലേ? മരിക്കുന്നതിന് മുമ്പ് എത്രയോ ദിവസങ്ങൾ എന്തെല്ലാം ചെയ്യാമായിരുന്നു എന്നറിയാമോ ആർക്കെങ്കിലും? അതിനെപ്പറ്റിയല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഇത് മരിച്ചു കഴിഞ്ഞിട്ട് സെൻറ്റിമെൻറ്റ്സ് ഇറക്കുക. ഒരുപാട് ഞാനങ്ങ് ബുദ്ധിമുട്ടിയത്, ഞാനൊരുപാട് അങ്ങനെ ഇരുന്നതാണ്, എനിക്ക് കണ്ണുനീര് വന്നു, എനിക്ക് കണ്ണുനീര് വരുന്നില്ല ഇത് കണ്ടിട്ട്. എനിക്ക് കണ്ണുനീരല്ല വരുന്നത് ഇത് കേൾക്കുമ്പോൾ. ഇതിനകത്ത് എന്തിനാണ് കണ്ണുനീര് വരുന്നത്? കണ്ണുനീര് വന്നേനെ. അവരുടെ ആ അനുഭവത്തിൽ നിന്ന് അവർ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് അവിടെ ചെന്ന് അവരോട് നിന്നിരുന്നേ കണ്ണുനീര് വന്നേനെ. അല്ലാതെ ഇവർ മരിച്ചു കഴിഞ്ഞാൽ കണ്ണുനീര് വരാൻ പാടില്ല. അങ്ങനെ വരേണ്ടതല്ല ഈ കണ്ണുനീര്. മനസ്സിലായി? എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിന് മുമ്പ് നിങ്ങൾ കരയാ അല്ലേ? ആ സമയത്ത് കരയണം. അല്ലാതെ അവരുടെ കൂടെ ചെന്നിരുന്ന് നിങ്ങൾ ആ സ്ഥാനത്ത് അവരുടെ കൂട്ടത്തിൽ നിൽക്കണം. അവിടെ നിന്ന് അവരിറങ്ങണം. അവരാ പ്രശ്നത്തിലൂടെ പോകരുത്. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഇടപെടത്തില്ല കേട്ടോ. ഇത് ഞാനീ പറയത്തില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടപെടത്തില്ല. നമുക്ക് ആ പരിപാടി ഇല്ല. അങ്ങനെ ചെയ്യരുത്. ഇത് അവർ ചെയ്തു, നമ്മൾ അറിഞ്ഞില്ല എന്താ നടന്നതെന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? കിട്ടി, ഇനി എന്താ ചെയ്യണ്ടേ? ശവോടൊക്കെ നല്ല വൃത്തിക്ക് കാണണം. അത്രയല്ലേ ഉള്ളൂ ചെയ്യാൻ. എന്നിട്ട് പോയിരുന്ന് കണ്ണുനീര് വാർക്കണോ? എന്നിട്ട് അത് എഴുതി വെക്കണോ എവിടെയെങ്കിലും ഒക്കെ? അല്ലെ ഫേസ്ബുക്ക് ഇട്ടണം. അല്ല ഞാൻ ഇരുന്ന് വീഡിയോ ഇടണം. ഭയങ്കര കഷ്ടമായിപ്പോയി. അവരത്രയും ബുദ്ധിമുട്ടിയിട്ടും അവരാരും കണ്ടില്ല. അവരാരോടൊക്കെ സഹായം അന്വേഷിച്ചു കാണും. എന്നിട്ടൊന്നും ആരും സഹായിച്ചില്ല. കഷ്ടമായി പോയി. സഹായിക്കണമെന്നില്ല. ഇതിനകത്ത് സഹായമൊന്നും വേണ്ട. നേരെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അബുദാബിയിലൊക്കെയാണ് ചെന്നിട്ട് പോലീസിനോട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്താണല്ലോ ആ 2 ആ കുടുംബത്തോടകത്തു പോകും. ഇവിടത്തേക്കാൾ സ്ട്രോങ് ആയിട്ട് കാര്യം നടക്കും. ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും പറഞ്ഞില്ല എന്നാൽ അറിഞ്ഞിരുന്നു. ഇവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാണല്ലോ ഒന്നും പറ്റിയില്ല. സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് ഇറങ്ങി അങ്ങ് പോയേക്കണം. റോഡിലൊക്കെ നിൽക്കണം. ഇങ്ങനെ അങ്ങ് ഇറങ്ങി ചാവുകയാണ് വേണ്ട. ഈ തെണ്ടിത്തരം കാണിക്കുന്നതിന് നമ്മളാണ് ചാവേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ തെണ്ടി എന്തെങ്കിലും കാണിച്ചതിന് അവൻ്റെ കഴിവുകേടോ അല്ലെങ്കിൽ ക്രൂരതയോ അല്ലെങ്കിൽ അവൻ്റെ അഹങ്കാരമോ അല്ലെങ്കിൽ അവൻ്റെ മറ്റടുത്ത വേറെ എന്തെങ്കിലും ചിന്താതി എന്ത് മൈര് വേണമെങ്കിൽ ആയിക്കോട്ടെ, ഈ മൈരന്മാർ കാണിക്കുന്ന തെണ്ടിത്തരത്തിന് ഞാനെന്തിനാ ചാവുന്നേ? അവനല്ലേ ചാവണ്ടേ? അല്ലെ അവനല്ലേ ശിക്ഷിക്കപ്പെടണ്ടേ? ഈ ക്രൂരത മൊത്തം കാണിച്ചിട്ട്, ഈ തെണ്ടിത്തരം മൊത്തം കാണിച്ചിട്ട് ഈ മൈരനെ അവന് വേണ്ടി ഞാൻ ചാവണം? എന്തൊരു തെണ്ടിത്തരം ഈ പെണ്ണ് കാണിച്ചത്? അത് കൊച്ചിനെ കൊല്ലണം?
എന്നാൽ പിന്നെ ഇവക്ക് അവനെ കൊന്നുവിടാന്നോ? ശരിക്കും അതാണ് പിന്നെയും ബെറ്ററാണ്. ഇങ്ങനെ ആവരുത്. ഇങ്ങനെയുള്ളവനെ വേണേൽ അവനെ ഇപ്പോൾ കോടതി ശിക്ഷിച്ചോളും, കൊല്ലാനൊന്നും നിൽക്കണ്ട ഞാൻ പറയുക. അത്രയ്ക്കങ്ങ് നിർബന്ധമാണെങ്കിൽ അങ്ങോട്ട് കയറി ചെല്ല്. എന്തിനാ ഈ കുഞ്ഞിനെ കൊല്ലുന്നേ? ഓരോ തള്ള ഓർത്തിരിക്കും, മനസ്സിലാക്കി വെക്കുക. ഇത് ഇങ്ങനെ ചെയ്യുന്നത് മാനസിക നില തെറ്റിയ അവസ്ഥയാണ് കേട്ടോ. അതിനിങ്ങനൊരു കാരണങ്ങളുണ്ടാവും. ഇതിനേക്കാൾ ദുരന്തങ്ങൾ അനുഭവിച്ചവർ രക്ഷപ്പെടുകയും അതിൽ നിന്നൊക്കെ തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേകതരം ആൾക്കാർ മാത്രം കൊലപാതകം ആത്മഹത്യയും ചെയ്യും. അതിനകത്ത് പൂർണ്ണമായിട്ടും ഈ ഇൻസിഡൻസിനെ മാത്രം അങ്ങനെ പഴി തരാൻ പറ്റത്തില്ല. അതിന് ഈ വ്യക്തിക്കുമുണ്ട് പങ്ക്. വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ പങ്കുള്ളത്. ഇപ്പം എൻ്റെ നേരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എനിക്കാണ് ഇതുപോലത്തെ പരിപാടിയാണ് പണ്ട് തൊട്ടേ ഉള്ളത്. എനിക്കിത് ശീലമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെ ഹരാസ്മെൻറ്റ്സ് വന്നാലും ആകെ എന്തോ പറഞ്ഞാലും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് തെറിവിളി കേൾക്കുമോ, അടിക്കാൻ വരുമോ, പീഡിപ്പിക്കുമോ, അല്ലെങ്കിൽ എന്താ പറയുക അങ്ങ് ഹരാസ് ചെയ്ത് നശിപ്പിക്കുമോ, ചാതിക്കുകയോ വഞ്ചിക്കുകയോ കൊലപാതകത്തിന് ശ്രമിക്കുകയോ ചെയ്തത് കൊന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ എന്ത് ചെയ്താലും ഇപ്പോൾ ഓരോരുത്തരും വധഭീഷണി എന്ന് പറഞ്ഞ സാധനങ്ങൾ കേൾക്കുന്നു. ഒരു സമയത്ത് ഇത് തന്നെ കേട്ടോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അല്ല ഈ തെണ്ടികളൊക്കെ കൂടെ തെറി വിളിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നോട് പലരും ചോദിക്കും, ഈ തെറിയൊക്കെ കേട്ടിട്ട് നീ ഇങ്ങനെ സഹിച്ചിരിക്കുന്നു. ഞാൻ സഹിക്കുമല്ല ചെയ്യുന്നത്, ഇത് കേൾക്കുന്നില്ല. അല്ല ഞാനത് ശ്രദ്ധിക്കുന്നൊന്നുമില്ലോ. ഞാൻ ആകെ കുറച്ച് കാര്യങ്ങളെ ശ്രദ്ധിക്കത്തുള്ളൂ. ജീവിതത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. ആ ശ്രദ്ധിക്കുന്ന ഏരിയയിൽ എന്തിനും ചെറിയ പ്രശ്നം ഉണ്ടാകും, ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടാറുണ്ട്. അതല്ലാതെ വേറെ ഒരു സാധനം എന്നെ നടക്കത്തില്ല, പറ്റത്തില്ല. അതും പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലത്തെ തെണ്ടിത്തരങ്ങളായിട്ട് ആൾക്കാർ വന്നാൽ അത് ഈ മൈരിൻ്റെ കുഴപ്പമായിരിക്കുന്നത്. ഇതിന് തലയ്ക്ക് സുഖമില്ലാതെ വല്ലതും കാണിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? അതെന്തേലും ആലോചിക്കേണ്ടത് നിങ്ങളും. അതാണായാലും പെണ്ണായാലും. പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല. കുടുംബത്തിലോ വർക്ക് സ്പേസിലോ അല്ലെ ജീവിതത്തിൽ പരിചയപ്പെട്ട സുഹൃത്തുക്കളോ ബന്ധുക്കളോ നശിച്ചവന്മാരോ എവിടെ നിന്ന് വന്നവന്മാരോ ആഫ്രിക്കയെന്നോ അന്റാർട്ടിക്കയെന്നോ ഓസ്ട്രേലിയെന്നോ കാനഡയെന്നോ അമേരിക്കയെന്നോ UK എവിടെ നിന്ന് വേണേൽ വന്നിട്ട് ഇനി ഏതെങ്കിലും കാട്ടറബി വന്നിട്ടാണേലും എന്തെങ്കിലും ഇങ്ങനെ നമ്മുടെ അടുത്ത് അവതരിപ്പിക്കാൻ സമ്മതിക്കരുത്. അല്ലെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം, അവിടെ നിന്ന് ഓടണം. മനസ്സിലായോ? അതൊക്കെ നമുക്ക് മിസ് ചെയ്യുന്നു. ഷൈൻ ടോം വേറെ രീതിയിലായി പോയി. ഇനി ഇങ്ങനെയൊന്നും ഇരിക്കുന്നില്ല, മൊബൈൽ എടുത്തില്ല, അതെല്ലാം മാറി. മനസ്സിലായേ? അതൊക്കെ പോയി. റീഹാബിലിറ്റേഷന് ശേഷം ആള് മാറി, പുതിയൊരു മനുഷ്യൻ വന്നേക്കുക. ഇങ്ങനെ ഒരു ആക്ടുണ്ടോ കേരളത്തിൽ? കണ്ടില്ലേ? അതിനിടയ്ക്ക് അച്ഛൻ മരിച്ചു, പാവം. എനിക്ക് അയാളെ പോയി കാണണമെന്നൊക്കെ തോന്നിയെന്ന് ഇടയ്ക്ക്. വെറുതെ ആണെങ്കിലും ആ മനുഷ്യന് പോയി കാണണമെന്ന്. ഇങ്ങനെ ഒരു എന്തത് പോകണമെന്ന് തോന്നി. പക്ഷെ എനിക്ക് അയാളുടെ വീട് അറിയത്തില്ല, അയാൾ അവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. ഷൈൻ ടോമിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി. പലവട്ടം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഷൈൻ ടോമിനെ ഒന്ന് പോയി കാണണം, ഷൈൻ ടോമിനെ ഒന്ന് പോയി കാണണം. വെറുതെ എനിക്ക് കാണാൻ തോന്നുക. അതെന്താണെന്ന് അറിയത്തില്ല. വെറുതെ മമ്മൂട്ടിയും മോഹൻലാലൊന്നും കാണാൻ തോന്നിയിട്ടൊന്നുമില്ല. ഉള്ള കാര്യം പറയും. മോഹൻലാലിനാണ് എൻ്റെ പട്ടിയെപ്പോലും ഞാൻ കാണിക്കത്തില്ല, ഉറപ്പാണ്. അത്ര ഞാൻ താല്പര്യമില്ല. മമ്മൂട്ടിയാണ് വേണേൽ ദൂരെയൊക്കെ പോകുന്നുണ്ടോ നോക്കാം, മമ്മൂട്ടി അത്രയേ ഉള്ളൂ. പക്ഷെ ഷൈൻ ടോം അങ്ങനെയല്ല കേട്ടോ. ഷൈൻ ടോമിനെ ഒന്ന് കാണണമെന്നും മിണ്ടണമെന്നും തോന്നിയിട്ടുണ്ട് പലപ്പോഴും. വേറെ തെണ്ടികളൊക്കെ ഞാൻ കാണാറുണ്ട്. പിന്നെ കണ്ട് സംസാരിച്ച് വളരെ കുറച്ച് പേരുണ്ട്. അവരോട് എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് മാത്രം സംസാരിച്ചു. എല്ലാവരും അടുത്തോട്ട് ചെല്ലത്തില്ല ഇതിൻ്റെ ഒന്നും. അത് താല്പര്യമുള്ളതുകൊണ്ട് മാത്രം സംസാരിച്ച കുറച്ച് നടന്മാരുണ്ട്. പിന്നെ ചിലർ താല്പര്യം ഇല്ലെങ്കിലും നമ്മളോട് വന്ന് സംസാരിച്ചവരുണ്ടില്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ താല്പര്യമുള്ളവരാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുക പതിവ്. ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കത്തൊന്നുമില്ല. അങ്ങോട്ടങ്ങ് ചെന്ന് കയറും, ഒന്ന് ചിരിച്ചു അങ്ങോട്ട് ചെല്ലും. അല്ല ഞാൻ അങ്ങോട്ട് വരുന്നില്ലേ ഓർത്തോണം. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ആ മൈര നിന്നോട് മിണ്ടണമെന്നില്ല എനിക്ക്. അത്രയേ ഉള്ളൂ. അത് ഏത് വലിയ മൈരനാണേലും കൊള്ളാം, എത്ര ചെറിയ മൈരനാണേലും കൊള്ളാം, ഇടത്തരം മൈരനാണേലും, ഏതെങ്കിലും പുതിയ തരം മൈരനാണേലും പഴയ മൈരനാണേലും, ഇനി ഉണ്ടാകാൻ പോകുന്ന ഏതെങ്കിലും മറ്റേ വേറെന്തെങ്കിലും തരത്തിൽ എന്താ വേറെ ഏലിയൻ മൈരനാണെങ്കിലും നമുക്ക് മൈരനാണ്. പിന്നെ അതുകൊണ്ടാണ് ആ മൈരയെ നിന്നോട് നോക്കാത്തത്, നിന്നോട് മിണ്ടാത്തത്, നിൻ്റെ അടുത്തോട്ട് വരാത്തതും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർ ചെന്ന് കണ്ട് ചിരിച്ച് കണ്ട് സംസാരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു തന്നു വിഷയം അതൊന്നുമല്ല. ഇങ്ങനെ ഏതെങ്കിലും മൈരന്മാർ കാരണം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളിങ്ങനെ മരിക്കാനൊന്നും പോകണ്ട. ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ? ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഇത് കൂടുതലാണെന്ന് തോന്നിയാൽ ഇപ്പോൾ ഒരാഴ്ചയായി 2 ആഴ്ചയായി 3 ആഴ്ച ഇത് തന്നെ പരിപാടിയെങ്കിൽ അവിടെ നിന്ന് ഒന്നെങ്കിൽ രക്ഷപ്പെടണം, എല്ലാം അവനെ അടിച്ചമർത്തിയേക്കണം, അടിച്ച് തീർപ്പിക്കണം. അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നിങ്ങൾക്കത് അറിയത്തില്ല, വേണം എന്നോട് വിളിച്ച് പറയാം, ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത്. ഈ ഒരുത്തിനും അനങ്ങത്തില്ല. എന്തെങ്കിലും സംശയമുണ്ടോ? പീഡിപ്പിക്കരുത്. പീഡിപ്പിക്കുന്ന ഏതവനാണെങ്കിലും അവനെ പിടിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഊടായ്പ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവനെയും പിടിക്കണം. എന്താ വിടേണ്ട ആവശ്യം എന്തോ? നിങ്ങൾ വേണം പിടിക്കാൻ. ഞാൻ വന്ന് പിടിക്കത്തില്ല, ഞാൻ പിടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം, സപ്പോർട്ടും ചെയ്യാം, എത്ര വേണേലും ചെയ്യാം, എവിടെ വരെ വേണേലും പോകാം. അത് ഞാൻ വണ്ടി ഓടിച്ച് എവിടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യണം. അതിൻ്റെ ആവശ്യം വരത്തില്ല. നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യേണ്ട രീതിക്ക് കംപ്ലയിൻറ്റ് ചെയ്താൽ പോലീസുകാർ ഇടപെട്ടേ പറ്റത്തുള്ളൂ, നിയമം ഇടപെടും.
നിയമസാധ്യതകൾ ഒരുപാടുണ്ട്. സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നല്ല നിയമങ്ങളുണ്ട്. ഇതൊക്കെ മിസ്യൂസ് ചെയ്യുന്നവരെ കൂടുതൽ ഇവിടെ കണ്ടിട്ടുള്ളൂ. വേണ്ടവർക്ക് ഇത് കിട്ടുന്നില്ല. എന്നാൽ തരികിടകൾ ഇത് നല്ലപോലെ ഉപയോഗിച്ച് പലരുടെയും ജീവിതം തകർക്കുന്നുണ്ട്. ഇവിടുത്തെ പരിപാടി എല്ലാം ഇങ്ങനെയായി പോയതിൻ്റെ കാരണക്കാർ ആ കാല് കഴിയിച്ച അധ്യാപകരാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, നമ്മളൊന്നും ആരുടെയും കാല് കഴിയിട്ടുമില്ല, കഴിയത്തുമില്ല, കഴിയിപ്പിക്കത്തുമില്ല. ആ സ്ഥിതിക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, അതിനകത്ത് തുടങ്ങുമ്പോഴേ ഈ പ്രശ്നം തുടങ്ങി ഇനി അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ പല വിട്ടുവീഴ്ചകളും ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ നോക്കും, ശ്രദ്ധിക്കണം. എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഇറങ്ങണം. ആ പ്രദേശത്ത് നിൽക്കരുത്. കാരണം അത് പിന്നെ നെഗറ്റീവ് അടിച്ച് ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും എത്തിക്കാൻ സാധ്യതയുള്ളൊരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് സ്പേസുകളിൽ കുറേ നേരം ഇരുന്നാൽ തന്നെ നമുക്ക് ആ നെഗറ്റീവ് ഉണ്ടാവും. ഈ തലയെന്ന് പറയുന്നത് ഈ അപ്പുറത്തിരിക്കുന്നവൻ്റെ തല ഇച്ചിരി മുരടിച്ച തലയാണെന്ന് വിചാരിക്കുക. അവൻ എന്തെങ്കിലും പ്രശ്നത്തിലാണെന്ന് വിചാരിക്കുക. അയാൾ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള പ്രവർത്തികളിലൂടെ നമ്മൾ ഏറ്റവും അടുത്തിരുന്നതിൻ്റെ കൂടെ കൂടിയാൽ നമുക്ക് ആ നെഗറ്റീവ് എനർജി ഉറപ്പായിട്ടുണ്ടാകും. നെഗറ്റീവ് എനർജി എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ആ ഒരു തോട്ട്സ് നമ്മുടെ തലയിലും വരികയാണ്. നമുക്കിതിനെ റെസിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിതുമായിട്ട് പൊരുത്തപ്പെടണം. എന്ത് വന്നാലും അവിടെ ഇരുന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്കും പതുക്കെ നമ്മളും ഇതേ രീതിയിലൊക്കെ മാറുന്നത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ദൂരോട്ട് മാറിയെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ അത്ര പ്രശ്നമില്ല. നമുക്കിത് കേൾക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നുന്നില്ല. പക്ഷേ ഇത് അവിടെ നിന്ന് കാണുന്നവരുടെ പ്രശ്നം അങ്ങനെയല്ല. ആ നിന്ന് കാണാതെ അവിടെ നിന്ന് ഇച്ചിരി മാറി നിന്ന് നോക്കുക. ആ പ്രദേശത്തു നിന്ന് മാറുക, അവരുടെ ശബ്ദം കേൾക്കാതിരിക്കുക, അവരോട് ഇടപെടാതിരിക്കുക. എന്നിട്ട് നോക്കിയാലേ ഇത് വൃത്തി മനസ്സിലാകത്തുള്ളൂ. ഇനി അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് തുടങ്ങുന്നത് ആദ്യം ദേഷ്യത്തിൽ തുടങ്ങും, പിന്നെ സങ്കടം വരും, ഡിപ്രഷനാവും. അത് കഴിയുമ്പോൾ ആഹാരം കഴിക്കത്തില്ല, പിന്നെ മാനസികമായിട്ട് നില അങ്ങ് തെറ്റും. കാരണം സ്ഥിരം ഇതാണ് നടക്കുന്നത്. കണ്ടോ, ആ ഭർത്താവ് കഴിയുമ്പോൾ അപ്പൻ കഴിയുമ്പോൾ പെങ്ങൾ, ഇങ്ങനെയുള്ള പരിപാടികളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. ആഹാരത്തിൽ പ്രശ്നം, കുളിച്ചാൽ പ്രശ്നം, നിന്നാ പ്രശ്നം, തിരിഞ്ഞാൽ പ്രശ്നം. ഇത് തന്നെ കേട്ട് എപ്പോഴും ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഈ സാഡ് സോങ്സ് കേൾക്കത്തില്ല, പന്ന സിനിമകൾ, ഈ സെൻറ്റി സിനിമകളൊന്നും കാണാൻ നിൽക്കത്തില്ല. കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് തന്നെ. നമ്മൾ ഈ ദുഃഖഗാനങ്ങൾ കേൾക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാനത് എന്നേ കേൾക്കൽ നിർത്തുന്നത്. ഞാനിപ്പോൾ ലിറിക്സ് പോലുള്ള പാട്ടുകൾ കേൾക്കത്തില്ല, പ്ലസൻ്റായിട്ടുള്ള എന്തെങ്കിലും ശബ്ദമേ കേൾക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്തിന് ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ രീതിക്ക് പോകരുത്. ഞാൻ കുറച്ചാളായിട്ട് ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത ആൾ ഒരു കഴിഞ്ഞൊരു വർഷമായിട്ട് ഈ സാധനം പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ ചില കുഴപ്പങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ മറന്നുപോയി. ഞാനങ്ങ് വേറെ എന്തോ വഴിക്ക് പോയപ്പോൾ പെട്ടെന്ന് ഞാൻ മറന്നുപോയ ചില കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് മാറണം. കാരണം ആ തലേന്ന് വരുന്നതൊക്കെ ഇതായിരിക്കും. ആ തല ഇങ്ങനത്തെ തലയാണ്. അയാളെ നോക്ക്, നിങ്ങൾ അയാളുടെ പ്രശ്നം എന്താണെന്ന് നോക്ക്. അയാൾക്ക് കുഴപ്പമുണ്ട്, അയാളെ കൊണ്ട് നടക്കത്തില്ല. അവനെ കൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഇത്തിരി കുത്തിത്തിരിപ്പും ഈ പറഞ്ഞ പ്രശ്നങ്ങളും സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കലും ഈ അനാവശ്യമായിരിക്കും. അയാൾ ചെയ്യുന്ന പ്രവർത്തികൾ നോക്കിയാൽ മനസ്സിലാവും ഇവൻ്റെ കൂടെ കൂടാൻ കൊള്ളത്തില്ലെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ നിന്ന് മാറണം. അവൻ എങ്ങോട്ടേലും പോട്ടെ, അത് തന്നെ വേണമെങ്കിൽ തന്നെ ഇരുന്നോട്ടെ. നിങ്ങളെന്തിന് ഇതിനകത്ത് ഇടപെടുന്നേ? അവിടെ നിന്ന് നേരെ ചാടി പുറത്തിറങ്ങുന്നു. ഇവിടെ നിന്ന് ഈ സാധനത്തിനെ ഇങ്ങോട്ട് അടുപ്പിക്കരുത്. പിന്നെ ഇവൻ ഇങ്ങോട്ട് വന്നാലാണ് നമ്മൾ മറ്റേ സാധനം വെക്കുന്നത്. ഇതിനിടയിലെല്ലാം കൊണ്ടുവന്ന് പോലീസിനെ നിർത്തും, കോടതിയെ നിർത്തും. അവർ പിന്നെ നോക്കിക്കോളും. ഇവനേതായാലും കോടതിക്കും പോലീസിനും മുകളിലല്ല ഒരു തെണ്ടിയും. മനസ്സിലാകുന്നുണ്ടോ? അവിടെ അങ്ങോട്ട് വെക്കും, ഇവിടെ വന്നുകൊണ്ട് അങ്ങോട്ട് പറയും ഇത്ര നടക്കത്ത്, പൊക്കോ, സ്ഥലം വിട്ടോ. അതേ ചെയ്യാനുള്ളൂ, അത് മാത്രമേ ചെയ്യാവൂ. അപ്പോൾ കൊച്ചു രക്ഷപ്പെടും. കൊച്ചിനെ കൊല്ലരുത്. എന്തിനു നീ കൊലപാതകയാകുന്നത്? നീ അങ്ങനെ അങ്ങ് കൊല ചെയ്യണമെന്ന് അത്ര നിർബന്ധം. കൊലച്ചിയാണ് എന്ന് അവനെ കൊല്ലും, അല്ലെങ്കിൽ കൊലയാളിയാണ് നീ ഇവളെ കൊല്ലും. ഞാൻ അത്രേ പറയത്തുള്ളൂ. നമ്മൾ ഉപദ്രവിച്ചു, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു, അതിന് ഞാനും ചാവണം, എൻ്റെ കുഞ്ഞും ചാവണം എന്ന് പറയാനായിട്ട് ഭയങ്കര കഷ്ടം തന്നെ. ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ലാരും. എന്തുകൊണ്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് റൂട്ട് ഈസി, ഏറ്റവും ഈസി എസ്കേപ്പ് ആകുക എന്നുള്ളതാണ്. ഈസി എന്ന് മാത്രമല്ല, അതേ നടക്കുന്നുള്ളൂ ഇവിടെ. ശരിക്കും കൂടുതൽ ഇതാണ് നടക്കുന്നത്. ഇപ്പോൾ വളരെ കുറച്ചായിട്ടുണ്ട്. ഇത്രയും ആത്മഹത്യയും കൊലപാതകം കുറവാണ്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് അത് ഓപ്റ്റ് ചെയ്യുന്നില്ല ഇവർക്ക് ഇത് അറിയത്തില്ലേ? നിയമം പഠിച്ചില്ല എന്നോ? ഞാനതാ പറഞ്ഞത്, സ്കൂളിൽ പഠിപ്പിക്കണം. അത് കഴിഞ്ഞ് ഈ ഇത്രയൊക്കെ പഠിച്ച് എല്ലാവരും ഡിഗ്രി ആയി, മറ്റേതായി, മറിച്ചായി, PG കഴിഞ്ഞ് PhD എടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഇവന് നിയമം അറിയത്തില്ല, എന്തോ ചെയ്യണം എന്നറിയത്തില്ല, മര്യാദയ്ക്ക് ഫോം ഫില്ല് ചെയ്യാൻ അറിയത്തില്ല. എവിടെയും ചെന്ന് നിന്ന് പൊട്ടനെ പോലെ വായും നോക്കി നിൽക്കുന്ന കുറേ ആൾക്കാർ, ഒരു പാത്രം കഴുകാൻ ശരിക്കും അറിയത്തില്ല, മുറി തൂത്തുവരാൻ അറിയാത്തവന്മാർ വരെ വലിയ പുള്ളികളാണ് ഇവിടെ. ബേസിക്കായിട്ടുള്ള മനുഷ്യന് ആവശ്യമുള്ള സാധനങ്ങൾ അറിയത്തുമില്ല. ഇതൊക്കെ എന്തോ പഠിച്ച പെണ്ണുങ്ങളായിരിക്കും. ഇപ്പോൾ ഷാർജയിലോ, കുവൈറ്റിലോ, വല്ല ഖത്തറിലോ, ബഹ്റിനിലോ, ഒമാനിലോ, ദുബൈയിലോ, അബുദാബിയിലോ ഒക്കെ ആയിരിക്കും. പക്ഷേ എന്നാലും ഈ വക കാര്യങ്ങൾ അറിയത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം സിമ്പിളല്ലേ ഇതൊക്കെ മനസ്സിലാക്കാൻ? കുഴപ്പം പിടിച്ച സാധനം കണ്ടാൽ കുഴപ്പം പിടിച്ചാൽ മനസ്സിലാകാനാണ് നമ്മൾ ഈ മറ്റേ ഇതൊക്കെ വെച്ചേക്കുന്നത്, ഡേഞ്ചറസ് സിഗ്നസ് അതിനൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അത് കൈ ഇടരുത്. കൈ എന്നാ ഇടുന്നില്ല, കുറച്ചൊന്ന് ചുമ്മാ തൊട്ട് നോക്കാൻ. ഷോക്ക് അടിക്കുന്ന സ്ഥലമാണ്, ഷോക്ക് അടിക്കും. വലിയ കൊക്കയുടെ അടുത്തോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് ചെന്ന് ചാടരുത്. അവിടെ ചെന്ന് എത്തി നോക്കുന്ന വഴിക്ക് വല്ല കാറ്റടിച്ചാലും താഴെ പോകും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നേ. എന്തിനാ വെറുതെ ഈ ആവശ്യമില്ലാത്തടത്ത് പോയി ഇത്ര സമയം കളയുന്നത്? നിങ്ങളുടെ എനർജി എന്തിനാണ് ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ് എന്തിനാണ് വേറെ തെണ്ടിക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്? അഡ്ജസ്റ്റ് പോയിന്റ് പോലും ഇല്ല അതിനകത്ത്. വേണ്ട.
വേണ്ട 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 വേണ്ട, അതെടുക്കരുത്. നിങ്ങൾ നോക്ക്, നിങ്ങൾ പിടിക്കുക, ഇവനെ മനസ്സിലാക്കുക, എന്നിട്ട് പറഞ്ഞു വിട്ടേക്ക്, അല്ലെ ഓടി രക്ഷപ്പെട്ടേക്ക്. പിന്നെ അതുമല്ല, മറ്റേത് ലാഭമോ, ഇത്തിരി പീഡിപ്പിച്ച് ഇത്ര പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവൻ്റെ പരിപാടിയും തീരും, അവൻ്റെ കാശും മേടിച്ച് നമുക്ക് വേറെ പരിപാടിക്ക് പോകാമെന്ന്. നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേറെ ചെയ്യണം, ഒറ്റയ്ക്ക് ജീവിച്ചാൽ എന്താ പ്രശ്നം? അല്ല വേറെ എത്രയോ നല്ല മനുഷ്യരുണ്ട്, കല്യാണം കഴിച്ച് അവിടെ എങ്ങാനും പോയി. പിന്നെ ഈ രണ്ടാമത് കിട്ടുന്നിടത്താണ് ഈ മറ്റേ കഴുത്തറുത്ത് കൊല്ലുന്നവൻ വരുന്നത്. അതും ഒരു പ്രശ്നമാണല്ലോ, വണ്ടാരം പിടിക്കാൻ. വേറെ കെട്ടിക്കഴിയുമ്പോഴായിരിക്കും ഈ കോച്ചിനോട് താല്പര്യമില്ല, അവൻ പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ട് കഴുത്തറച്ച് പോകുന്നത് ഇങ്ങനെ കുഞ്ഞിനെ. അതും പറ്റത്തില്ല. ഒരു തള്ളയ്ക്ക് വരുന്ന ബുദ്ധിമുട്ട് നോക്കിയാൽ നല്ല നാട്. കാലും കഴിച്ച് കുറേ അധ്യാപകർ അതിനിടയിൽ 2-3 വാർത്തകളാണ് ഇന്നത്തെ, അടിപൊളിയായിട്ടുണ്ട്.